ഹായ് എല്ലാ കൂട്ടുകാർക്കും സനു വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് 2026 മോഡൽ നിസാൻ മാഗ്നറ്റിലെ കൂറോ എഡിഷനാണ്. നിങ്ങളൊരു നിസാൻ മാഗ്നറ്റ് നോക്കുന്നുണ്ട്, അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ബ്ലാക്ക് കളർ വാഹനമാണ് എങ്കിൽ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ബെസ്റ്റ് വേരിയന്റ് ആണ് ഈ കൂറോ എഡിഷൻ. കാരണം എൻ കണക്റ്റർ വേരിയന്റായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി വാല്യൂ ഫോർ മണി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു വേരിയന്റ് ഈ കൂറോ എഡിഷൻ തന്നെയാണ്. അപ്പോൾ ഈ വേരിയന്റിൽ എന്തെല്ലാം ഫീച്ചേഴ്സാണ് കൊടുത്തിരിക്കുന്നത്, എത്രയാണ് ഇതിന്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസ് നോക്കുന്ന സമയത്ത് നമുക്ക് ഈ മന്തിൽ 85,000 രൂപ ഒരു ഓഫർ കൂറോ എഡിഷന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓഫറിന് ശേഷം എത്രയാണ് ഇതിന്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസ് വരിക, ഡീറ്റെയിൽഡ് ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. നിസാൻ മാഗ്നറ്റ് കൂറോ എഡിഷന്റെ എക്സ്റ്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ മാഗ്നറ്റിൽ ഏറ്റവും കാണാൻ ഭംഗിയുള്ള ഒരു കളറും അത്യാവശ്യം നല്ലൊരു റോഡ് പ്രസൻസ് തരുന്നതും ഏറ്റവും കൂടുതൽ ഇറങ്ങുന്നതും ബ്ലാക്ക് കളർ തന്നെയാണ്. അപ്പോൾ നിങ്ങളൊരു ബ്ലാക്ക് കളർ വാഹനമാണ് നോക്കുന്നത് മാഗ്നറ്റിലെങ്കിൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യേണ്ട ബെസ്റ്റ് വേരിയന്റ് ആണ് ഈ കൂറോ എഡിഷൻ. കാരണം ഇന്റീരിയറും എക്സ്റ്റീരിയറും എല്ലാം ഫുൾ ബ്ലാക്ക് ഔട്ട് ചെയ്ത് കാണാൻ നല്ലൊരു പ്രീമിയം ലുക്കിംഗ് വാഹനമായിട്ടാണ് കൂറോ എഡിഷൻ വരുന്നത്. അപ്പോൾ ഈ വേരിയന്റിന്റെ എക്സ്റ്റീരിയർ എന്നുള്ള മറ്റ് ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മറ്റ് വേരിയന്റുകളുമായിട്ടുള്ള ഡിഫറൻസും കൂടി നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ നോർമൽ മാഗ്നറ്റിലെല്ലാം നിങ്ങൾക്ക് ഈ ഒരു പോർഷൻ ഒരു സിൽവർ ഫിനിഷിൽ അല്ലെങ്കിൽ ക്രോം ഇൻസേർട്ടിലാണ് കാണാറ്. അത് ഈ വാഹനത്തിൽ ഫുൾ ബ്ലാക്ക് ചെയ്തിട്ടുണ്ട്. ഗ്രില്ല് എല്ലാ വാഹനങ്ങളിലും ബ്ലാക്ക് ഫിനിഷിൽ തന്നെയാണ് വരുന്നത്. ലോഗോ നിസാന്റെ ഒരു ഗൺ മെറ്റൽ ഫിനിഷിൽ തന്നെ കൊടുത്തിരിക്കുന്നു. ലോഗോയും കൂടി ബ്ലാക്ക് ഔട്ട് ചെയ്യുകയാണെങ്കിൽ ഫുൾ ബ്ലാക്ക് ആയിട്ട് മാറും ഫ്രണ്ട് വശം. ഹെഡ്ലൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് സ്മോക്ഡ് LED ഹെഡ്ലൈറ്റ് യൂണിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. നോർമൽ വാഹനങ്ങളിൽ സ്മോക്ഡ് ആയിട്ടുള്ളതല്ല വരുന്നത്. അത് LED പ്രൊജക്ടർ തന്നെ കൊടുത്തിരിക്കുന്നു. നമ്മളുടെ എൻ കണക്റ്റർ വേരിയന്റിൽ ഹാലജൻ ലൈറ്റുകളാണ് വരുന്നത്. അതിനോട് ചേർന്ന് തന്നെ ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് കാണാം. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് DRLും വരുന്നുണ്ട്. ഫോഗ് ലൈറ്റ് ഈ വേരിയന്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. DRL LED ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിന് ചുറ്റും നമുക്കൊരു ക്രോം ഇൻസേർട്ടും കാണാം. ഫോഗ് ലൈറ്റ് നിങ്ങൾക്ക് ഷോറൂമിൽ നിന്ന് ആക്സസറി ആയിട്ട് ചെയ്യാവുന്നതാണ്. നോർമൽ മാഗ്നറ്റിൽ ഈ ഒരു ബെമ്പറിന്റെ പോർഷൻ ഒരു സിൽവർ ഫിനിഷിലാണ് വരുന്നത്. ഇതിനകത്ത് ഫുൾ ബ്ലാക്ക് ഔട്ട് ചെയ്തിരിക്കുന്നു. 205 mm ആണ് ഇതിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. ഫ്രണ്ടിൽ ഫുള്ള് ബ്ലാക്ക് ആണ്. ലോഗോയും കൂടി ബ്ലാക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ബ്ലാക്ക് ഫിനിഷിലേക്ക് അത് മാറും. വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാലും ഫുൾ ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ എടുത്തു പറയേണ്ട കാര്യം നമ്മുടെ അലോയ്സ് ആണ്. അലോയ്സ് നമുക്കൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലേക്കാണ് ചേഞ്ച് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ഡ്രം ബ്രേക്കുകളും ആണ്. നമുക്ക് 16 ഇഞ്ച് വീൽസ് ആണ്. 195 60R16 ആണ് ടയർ സൈസ് വരുന്നത്. ഈ ഒരു നമ്മളുടെ മാറ്റ് ബ്ലാക്ക് ഫിനിഷ് വീൽ ആർച്ചിന് ചുറ്റും വശങ്ങളിലൂടെയും ബാക്ക് വശം വരെ പോകുന്നത് കാണാം. നമുക്ക് മിറേഴ്സിൽ LED ഇൻഡിക്കേറ്റേഴ്സ് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ഡോർ ഹാൻഡിൽസും നമുക്ക് ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് റിക്കോ സെൻസറും ആ ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിൽ വരുന്നു. നോർമൽ മാഗ്നറ്റിൽ അതെല്ലാം ഒരു ക്രോം ഇൻസെർട്ടിലാണ് വരുന്നത്. പ്ലെയിൻ ഗ്ലാസ്സുകളാണ്. റൂഫ് റെയിൽസും നമുക്ക് ബ്ലാക്ക് ഔട്ട് ചെയ്തിരിക്കുന്നത് കാണാം. അതൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ്. ബാക്കിൽ ഷാർഫിന് ആൻറ്റിന കൊടുത്തിരിക്കുന്നു. ഇതാണ് വശങ്ങളിൽ നിന്നുള്ള ഒരു ലുക്ക്. നോർമൽ മാഗ്നറ്റോട് കമ്പയർ ചെയ്യുമ്പോൾ വശങ്ങളിൽ ഈ ഒരു പോർഷൻസിലെല്ലാം നമുക്കൊരു സിൽവർ ഇൻസേർട്ടാണ് വരുന്നത്. അത് ഇതിനകത്ത് ഫുൾ ബ്ലാക്ക് ഫിനിഷിലേക്കാണ് ചേഞ്ച് ചെയ്തിരിക്കുന്നത്. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ബ്ലാക്ക് ഔട്ട് ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ബാഡ്ജിങ് മാത്രം നമുക്ക് ഒരു സിൽവർ ഫിനിഷിലും പിന്നെ നിസാന്റെ ലോഗോ ആ ഒരു ഗൺ മെറ്റൽ ഫിനിഷിലും കൊടുത്തിരിക്കുന്നു. ബാക്കി ഫുള്ള് ബ്ലാക്ക് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. വാഷർ ആൻഡ് വൈപ്പർ ആൻഡ് ഡീഫോഗോട് കൂടിയ ബാക്ക് ഗ്ലാസ്സുകളാണ് കൊടുത്തിരിക്കുന്നത്. ടെയിൽ ലൈറ്റ് ഹാലജനാണ്. അത് ടെക്ന വേരിയന്റോടാണ് LED ടെയിൽ ലൈറ്റുകൾ വരുന്നത്. അതിപ്പോൾ നിസാൻ മാഗ്നറ്റ് ലോഞ്ച് ചെയ്ത സമയം തൊട്ട് ഇപ്പോഴും ടെയിൽ ലൈറ്റിന് മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. അത് സ്റ്റോപ്പ് ലൈറ്റ്, ഇൻഡിക്കേറ്റേഴ്സ്, റിവേഴ്സ് ലൈറ്റ് ഫുൾ ഹാലജനായിട്ട് കൊടുത്തിരിക്കുന്നു. ബാക്കിലേക്ക് നമുക്ക് 4 പാർക്കിംഗ് സെൻസേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് റിവേഴ്സ് ക്യാമറയും നിസാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കിൽ ഈ ബെമ്പറിന്റെ താഴെ കാണുന്ന പോർഷൻ നോർമലിൽ സിൽവർ ഫിനിഷിലും ഇതിനകത്ത് ഫുൾ ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ നോർമൽ മാഗ്നറ്റായിട്ട് വരുന്ന ഡിഫറൻസ് ആ ബെമ്പറിന്റെ പോർഷനിൽ വന്ന ഒരു ബ്ലാക്ക് ഇൻസേർട്ട് മാത്രമാണ്. ഇനി നമുക്ക് ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. 336 ലിറ്റർ ആണ് ബൂട്ടിന്റെ കപ്പാസിറ്റി. സ്ക്വയറിഷ് ആയിട്ടുള്ള വലിപ്പമുള്ള ബൂട്ടുകളാണ്. നമ്മളുടെ വീൽസിൽ വരുന്ന വീൽ ക്യാപ്പുകളാണിത്. അതും ഒരു ബ്ലാക്ക് ഫിനിഷിലേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ബൂട്ട് ലൈറ്റ് കാണാം. ഇവിടെ നമുക്കൊരു ഹുക്ക് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. ബാക്കിലെ സീറ്റ് 60/40 സ്പ്ലിറ്റ് സീറ്റിന്റെ ഓപ്ഷൻ വരുന്നുണ്ട്. 2 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ആണ് വരുന്നത്. ബാക്കിലേക്ക് ഒരു പാഴ്സൽ ട്രേയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇന്റീരിയർ എന്നുള്ള മാറ്റങ്ങളൊന്നും നോക്കാം. ഇന്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഡോർ ഹാൻഡിൽസ് ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇന്റീരിയർ ഫുൾ ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. വേറെ യാതൊരു കളർ ചേഞ്ചോ കാര്യങ്ങളോ അല്ലെങ്കിൽ കളർ ടോണോ ഒന്നും തന്നെ വന്നിട്ടില്ല. ഡോർ പാഡിലേക്ക് വന്നാലും നമുക്ക് ഫുൾ ബ്ലാക്ക് ഫിനിഷ് കാണാം. ഇവിടെ കൊടുത്തിരിക്കുന്ന സ്റ്റിച്ചിങ് മാത്രം ഒരു വൈറ്റ് സ്റ്റിച്ചിങ്സ് കൊടുത്തിരിക്കുന്നു. ഇവിടെ എല്ലാം നമുക്ക് സോഫ്റ്റ് ടച്ച് ആണ് വരുന്നത്. 4 ഡോർ പവർ വിൻഡോന്റെ കൺട്രോൾ, ഡ്രൈവർ സൈഡിലെ വിൻഡോ 1 ടച്ച് അപ്പ് ആൻഡ് ഡൗൺ ഓപ്ഷൻ വരുന്നുണ്ട്. മിറർ കൺട്രോൾ ചെയ്യാനും ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ഓട്ടോ ഫോൾഡിങ്ങിന്റെ ഓപ്ഷൻ വരുന്നില്ല. മാനുവൽ ഫോൾഡിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. സീറ്റ് ഫാബ്രിക് സീറ്റുകൾ കൊടുത്തിരിക്കുന്നു. വശങ്ങളിലായിട്ട് നമുക്ക് ഒരു വൈറ്റ് ഇൻസേർട്ട് കാണാനായിട്ട് പറ്റും. സീറ്റ് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് മാനുവൽ വേരിയന്റ് ആണ്. ഡെഡിക്കേറ്റഡ് ഡെഡ് പെഡലൊന്നും തന്നെ വരുന്നില്ല. ട്രാക്ഷൻ കൺട്രോൾ കാണാം. ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഈ പോർഷൻസിലെല്ലാം നമുക്ക് ഗ്ലോസി ബ്ലാക്ക് ഇൻസേർട്ട് കാണാം.
മാഗ്നറ്റ് കൂറോ എഡിഷൻ്റെ ഇൻറ്റീരിയറിലേക്ക് വന്നാൽ ഫുൾ ബ്ലാക്ക് ഔട്ട് ആയിട്ടുള്ള ഇൻറ്റീരിയറാണ്. ആകെ നമുക്കൊരു സിൽവർ ഫിനിഷ് കാണാൻ പറ്റിയ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിന് ചുറ്റുമാണ്. പിന്നെ നിസാൻ്റെ ലോഗോ അത് പുറത്താണെങ്കിലും അകത്താണെങ്കിലും ആ ഗൺ മെറ്റൽ ഫിനിഷ് കൊടുത്തിരിക്കുന്നു. സ്റ്റിയറിംഗ് വീല് ആ ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീല് കൊടുത്തിരിക്കുന്നു. അകത്തുള്ള ഇൻസേർട്ട് എല്ലാം നമുക്ക് ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലേക്ക് വന്നിട്ടുണ്ട്. ഈ താഴത്തെ പോർഷനും ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് ആക്കിയിട്ടുണ്ട്. സ്റ്റിയറിംഗ് വീല് ടിൽറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ടെലസ്കോപ്പിക്കിൻ്റെ ഓപ്ഷൻ വരുന്നില്ല. മൾട്ടി ഫംഗ്ഷനിലാണ്. ഇടതുവശത്ത് നമുക്ക് മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസും വലതുവശത്ത് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസും വരുന്നുണ്ട്. ക്രൂസ് കൺട്രോൾ ടെക്ന വേരിയൻ്റ് തൊട്ടിട്ടാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഇടതുവശമായിട്ട് വൈപ്പറിൻ്റെ കൺട്രോൾസും വലതുവശത്ത് ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസും കാണാം. ഓട്ടോ ഹെഡ്ലൈറ്റ് ഓട്ടോ വൈപ്പേഴ്സ് ഒന്നും ഈ വേരിയൻറ്റിൽ വരുന്നില്ല. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് വന്നാൽ ഒരു 8 ഇഞ്ചിൻ്റെ സ്ക്രീനാണ് ക്ലസ്റ്റർ യൂണിറ്റിൽ വരുന്നത്. അത്യാവശ്യം നല്ല അനിമേഷൻസോട് കൂടിയ സ്ക്രീനാണ്. അതിനകത്ത് TPMS പോലെയുള്ള ഫീച്ചേഴ്സ് എല്ലാം നമുക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മളുടെ ഫ്യൂവൽ ഹിസ്റ്ററി ഓടി അതിൻ്റെ മൈലേജിൻ്റെ റേഷ്യോ എങ്ങനെയാണെന്നുള്ള ഇൻഫർമേഷൻസ് കൊടുത്തിരിക്കുന്നു. അത് കൺട്രോൾ ചെയ്യാനുള്ള ബട്ടൺ നമുക്ക് സ്റ്റിയറിംഗ് വീലിൽ വലതുവശത്തായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്തുള്ള മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇത് നമ്മളുടെ ട്രിപ്പ് ബൈ ട്രിപ്പ് പോലെയുള്ള ഫീച്ചേഴ്സ്. പിന്നെ നമുക്ക് TPMS വരുന്നുണ്ട്. അത് നിസാൻ്റെ മാഗ്നറ്റിൻ്റെ ഒരു പിക്ചറോട് കൂടി തന്നെ 4 വീലിലും കൊടുത്തിരിക്കുന്നു. പിന്നെ നമുക്ക് കാണാൻ പറ്റിയ ഇതിനകത്തുള്ള സർവീസ് ഇൻ്റർവെൽസ് ആണ്. ഇനിയിപ്പോൾ ഫസ്റ്റ് സർവീസ് മാഗ്നറ്റിൽ വരുന്ന 10,000 കിലോമീറ്റർ അല്ലെങ്കിൽ 1 കൊല്ലത്തിലാണ്. മറ്റ് ഇപ്പോൾ മാരുതിയുടെ ഒക്കെ ആണെങ്കിൽ 1 കൊല്ലത്തിനുള്ളിൽ നമുക്ക് 3 സർവീസ് വരും. 2,000 പിന്നെ 5,000 പിന്നെ 10,000. ഇതിനകത്ത് ഫസ്റ്റ് സർവീസ് 10,000 വരുന്നുള്ളൂ. ഒരു 2,000 കിലോമീറ്റർ കഴിയുമ്പോൾ ഒന്ന് ഷോറൂമിൽ കൊണ്ടുവന്ന് ചെക്കപ്പ് ചെയ്താൽ മാത്രം മതി. ഇപ്പോൾ സെക്കൻഡ് സർവീസ് നോക്കുകയാണെങ്കിൽ സെക്കൻഡ് സർവീസ് 20,000 അല്ലെങ്കിൽ 2 കൊല്ലം. ആ ഒരു സർവീസ് ഇൻ്റർവെൽസ് ആണ് മാഗ്നറ്റിന് വരുന്നത്. അതെന്താണെങ്കിലും വളരെ നല്ലൊരു കാര്യമാണ്. അങ്ങനെ ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് എല്ലാം വരുന്ന ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് കൊടുത്തിരിക്കുന്നത്. മറ്റേ ഫ്യൂവൽ ഗേജും മറ്റേ എഞ്ചിൻ ടെമ്പറേച്ചർ ലൈറ്റ് ഇൻഡിക്കേഷനോട് കൂടി കൊടുത്തിരിക്കുന്നു. സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ ടോപ്പ് മൗണ്ടഡ് ആയിട്ടാണ് AC കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് നല്ല നമുക്കൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കാണാം. ആ ACയുടെ ചുറ്റുമുള്ള ടിപ്സിൽ നമുക്കൊരു സിൽവർ ഇൻസൈറ്റ് കൊടുത്തിട്ടുണ്ട്. 8 ഇഞ്ചിൻ്റെ ഇൻഫർടൈൻമെൻറ്റ് സ്ക്രീനാണ്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ വയർലെസ് ആണ്. ഡീസൻറ്റ് ക്ലാരിറ്റിയുള്ള മ്യൂസിക് സിസ്റ്റം എന്ന് പറയാം. 4 സ്പീക്കർ 2 ട്യൂട്ടോടും കൂടി സിസ്റ്റമാണ്. അത്യാവശ്യം നല്ല ടച്ച് റെസ്പോൺസ് ഒക്കെ തരുന്ന രീതിയിലാണ് അത് കൊടുത്തിരിക്കുന്നത്. പിന്നെ വെഹിക്കിൾ ഇൻഫർമേഷൻസ്, ഡ്രൈവ് ഈക്കോ, അങ്ങനെ കുറച്ച് ഇൻഫർമേഷൻസും കൂടി അതിനകത്ത് നമ്മൾക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഡീസൻറ്റ് ക്ലാരിറ്റി ആയിട്ടുള്ള റിവേഴ്സ് ക്യാമറയും വരുന്നുണ്ട്. അതിനകത്ത് ഗൈഡ് ലൈൻസ് കാണിക്കുന്നുണ്ട്. അഡാപ്റ്റീവ് ഗൈഡ് ലൈൻസ് അല്ല, ഫിക്സഡ് ഗൈഡ് ലൈൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. അത് ഫുൾ സ്ക്രീനിൽ തന്നെ കാണാം. അതിൻ്റെ കുറച്ച് ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് കാര്യങ്ങളും അഡീഷണലി അതിനകത്ത് വരുന്നുണ്ട്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബാക്കിലെ ഡീഫോഗറിൻ്റെ ബട്ടൺ കാണാം. ഹസാർഡ് ലൈറ്റ് കൊടുത്തിരിക്കുന്നു. ലോക്ക് ആൻഡ് അൺലോക്ക്. അതിന് താഴെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളിൻ്റെ യൂണിറ്റ് കാണാം. അത് നമുക്ക് എൻകണക്റ്റ വേരിയൻ്റ് തൊട്ട് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ വരുന്നുണ്ട്. അതിൻ്റെ ബട്ടൺസ് എല്ലാം കാണാൻ നല്ല ഭംഗിയുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. താഴെ വയർലെസ് ചാർജിങ് പാഡ് കാണാം. എൻകണക്റ്റ വേരിയൻ്റായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കൂറോ അഡീഷണലി വരുന്നൊരു ഫീച്ചറാണ് ഈ വയർലെസ് ചാർജിങ് പാഡ്. അത് ഓൺ ഓഫ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവിടെ തന്നെ കൊടുത്തിരിക്കുന്നു. അതിന് ചേർന്ന് നമ്മളിവിടെയായിട്ട് പുഷ് ബട്ടൺ സ്റ്റാർട്ട് കാണാം. ഇവിടെ നമുക്കൊരു 12 വോൾട്ടിൻ്റെ ചാർജിങ് പോർട്ട് കൊടുത്തിരിക്കുന്നു. അതിന് താഴെ USB കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ. ഇവിടെ എല്ലാം സ്റ്റോറേജ് സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത്. 5 സ്പീഡ് മാനുവൽ ഗിയർ ലിവർ കാണാം. ഇത് നമ്മളുടെ 1 ലിറ്റർ നോൺ ടർബോ പെട്രോൾ എഞ്ചിനുള്ള വേരിയൻ്റ് ആണ്. അതിന് ചുറ്റുമെല്ലാം നമുക്കൊരു ലെതർ ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ഈ പോർഷൻസിലെല്ലാം നമുക്കൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു. ഇതാണ് കീ വരുന്നത്. ലോക്ക് ആൻഡ് അൺലോക്ക് ഓപ്ഷനോട് കൂടി ഫുള്ളി ഫംഗ്ഷണൽ ആയിട്ടുള്ള കീ വരുന്നു. ഇതിനകത്ത് വാക്ക് അവേ ലോക്ക് ആൻഡ് അൺലോക്ക് ഫീച്ചറും റിക്വസ്റ്റ് സെൻസറും ഈ വേരിയൻറ്റിൽ വരുന്നുണ്ട്. സെൻറ്റർ ആംറസ്റ്റ് കാണാം. അകത്ത് ചെറിയൊരു സ്റ്റോറേജ് സ്പേസും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിന് ടോപ്പിലെല്ലാം നമുക്കൊരു ബ്ലാക്ക് സ്റ്റിച്ചിങ് ആണ് കൊടുത്തിരിക്കുന്നത്. സീറ്റ് നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റോറുള്ള സീറ്റുകളാണ്. നമുക്ക് റൂഫ് ഫുൾ ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. കൂറോ എഡിഷൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് ആണത്. ഫുൾ ബ്ലാക്ക് ഔട്ട് ചെയ്തിരിക്കുന്ന റൂഫാണ്. നമ്മുടെ ഗ്രാബ് ഹാൻഡിലും ബ്ലാക്ക് ഫിനിഷിലേക്ക് കൊടുത്തിരിക്കുന്നു. കോട്ടേഴ്സിൽ സൺറൈസേഴ്സ് വിത്ത് മിററാണ് കൊടുത്തിരിക്കുന്നത്. ലൈറ്റ് ഒന്നും വരുന്നില്ല. ഫ്രെയിംലെസ് ആയിട്ടുള്ള ഓട്ടോ ഡിമ്മിങ്ങുള്ള IRVMs കൊടുത്തിരിക്കുന്നു. അകത്തെ റീഡിംഗ് ലൈറ്റുകൾ LED ആയിട്ടാണ് ഹാലജനായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഡ്രൈവർ സൈഡിൽ സൺറൈസേഴ്സ് വിത്ത് ടിക്കറ്റ് ഹോൾഡർ മാത്രമാണ് വരുന്നത്. ഗ്ലോ ബോക്സ് നോക്കുകയാണ് എങ്കിൽ ഡീസൻറ്റ് സൈസ് ആയിട്ടുള്ള ഒരു ഗ്ലോ ബോക്സ് അല്ല, ഡീപ്പായിട്ടൊരു ഗ്ലോ ബോക്സ് കൂൾഡ് ആൻഡ് ലൈറ്റ് ഫീച്ചറോട് കൂടി തന്നെ അതും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നോർമൽ എൻകണക്റ്റ വേരിയൻ്റായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ബ്ലാക്ക് കളർ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടിയും ഒരു സ്പോട്ടി ആയിട്ട് ഫീൽ ചെയ്യുന്ന ഇൻറ്റീരിയർ ഈ കൂറോ എഡിഷൻ്റെ ആയിരിക്കും. ബാക്ക് യാത്രക്കാരെ കംഫർട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വൈഡായിട്ട് തുറക്കുന്ന ബാക്ക് ഡോറുകളാണ്. ഓൾമോസ്റ്റ് 80 ഡിഗ്രിയിൽ തുറക്കാനായിട്ട് പറ്റും. ഇവിടെ എല്ലാം നമുക്ക് സോഫ്റ്റ് ടച്ച് കാണാം. പവർ വിൻഡോയുടെ കൺട്രോൾ കൊടുത്തിരിക്കുന്നു. ഡോർ ഹാൻഡിൽസ് ബ്ലാക്ക് ഫിനിഷിലാണ്. നമുക്ക് ബോട്ടിൽ ഹോൾഡേഴ്സ് കാണാം. സ്പീക്കർ വീല് കൊടുത്തിരിക്കുന്നു. ബാക്കിലേക്ക് AC വെൻസ് ഈ വേരിയൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. താഴെ നമുക്ക് ഒരു ടൈപ്പ് C ചാർജിങ് പോർട്ടുകളും കാണാം. സെൻറ്റർ ആംറസ്റ്റ് ഈ വേരിയൻറ്റിൽ വരുന്നുണ്ട്. വിത്ത് കപ്പ് ഹോൾഡറോട് കൂടിയാണ് കൊടുത്തിരിക്കുന്നത്. 2 പേരുകൾ അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് വരുന്നു. സെൻറ്റർ പാസഞ്ചർ ഹെഡ് റെസ്റ്റ് കാര്യങ്ങളൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. നമ്മൾ അകത്തേക്ക് കയറുകയാണെങ്കിൽ ഫ്രണ്ട് സീറ്റ് ഇപ്പോൾ എൻ്റെ ഹൈനാണ് അഡ്ജസ്റ്റ് ചെയ്യുക. അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂം ആൻഡ് ഈ റൂം കാണാം. നല്ല തൈ സപ്പോർട്ടുള്ള സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഈ സീറ്റിൻ്റെ ബാക്കിൽ ഒരു സീറ്റ് പോക്കറ്റ്സ് കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
ഹെഡ്റൂം നോക്കുകയാണെങ്കിലും നിവർന്നിരുന്നാൽ പോലും ഏകദേശം ഒരു 7 സെൻറ്റിമീറ്റർ ഹെഡ്റൂം ബാലൻസ് കാണാം. വളരെ വൈഡായിട്ടുള്ള ബാക്ക് സ്പേസ് ആണ്. 3 പേർക്ക് സുഖമായിട്ട് കംഫർട്ടായിട്ട് യാത്ര ചെയ്യാനായിട്ട് പറ്റും. ബാക്കിലേക്ക് നമുക്ക് റീഡിംഗ് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്, അത് ഹാലജനായിട്ട് കൊടുത്തിരിക്കുന്നു. സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ കാണാം, അതിനകത്ത് ഹുക്ക് കാര്യങ്ങളും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിസാൻ മാഗ്നറ്റിൻ്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ഗ്ലോബൽ എൻക്യാപ്പിൽ 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയ ഒരു വാഹനമാണ്. പിന്നെ സേഫ്റ്റി ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ 6 എയർ ബാഗ് സ്റ്റാൻഡേർഡാണ്, ABS EBD ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഹോൾഡ്, അങ്ങനെ ബേസിക് ആയിട്ടുള്ള സേഫ്റ്റി ഫീച്ചേഴ്സ് എല്ലാം ഇതിനകത്തും നിസാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിലേക്ക് വന്നാൽ ഇപ്പോൾ നമ്മൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന വാഹനം 1 ലിറ്റർ 3 സിലിണ്ടർ പെട്രോൾ എഞ്ചിനുള്ള വാഹനമാണ്. 5 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ 5 സ്പീഡ് AMT ഗിയർ ബോക്സായിട്ടാണ് പെയർ ചെയ്തിരിക്കുന്നത്. 72 HP പവറും 96 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന ഡീസൻറ്റ് പവർഫുൾ ആയിട്ടുള്ളൊരു എഞ്ചിനെ പറയാൻ പറ്റുള്ളൂ. ഈ സെയിം എഞ്ചിൻ തന്നെ നമുക്ക് ടർബോയിൽ നിസാൻ കൊടുത്തിട്ടുണ്ട്. അത് 100 PS പവറും 160 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പെട്രോൾ എഞ്ചിനാണ്. അത് ഓടിക്കാൻ നല്ല രസമാണ്. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ മാഗ്നറ്റൊക്കെ നോക്കുന്നവർ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യേണ്ട ടർബോ പെട്രോൾ എഞ്ചിനാണ്. മൈലേജ് ഇപ്പോൾ നോൺ ടർബോ ആണെങ്കിൽ ഓൾമോസ്റ്റ് സിമിലറൊക്കെ ലഭിക്കും. ഓടിക്കാനുള്ളൊരു രസം ഇതിൻ്റെ ടർബോ പെട്രോൾ എഞ്ചിൻ തന്നെയാണ്. അത് 5 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ CVT ഗിയർ ബോക്സുമായിട്ടാണ് പെയർ ചെയ്തിരിക്കുന്നത്. മാഗ്നറ്റിൻ്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ ഈ മാർച്ച് മാസത്തിൽ മൊത്തം 85,000 രൂപ വരെ ഓഫറാണ് കൊടുത്തിരിക്കുന്നത്. ഓഫർ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് കിടക്കുന്നത്. കാരണം ക്യാഷ് ഡിസ്കൗണ്ടായിട്ട് നമുക്ക് 32,500 രൂപയും പിന്നെ കോർപ്പറേറ്റ് ഓഫറായിട്ട് ഒരു 5,000 രൂപയും വരുന്നുണ്ട്. പിന്നെ വരുന്നത് എക്സ്ചേഞ്ച് ബോണസാണ്. എക്സ്ചേഞ്ച് ബോണസ് നിസാൻ്റെ വാഹനങ്ങൾ അതല്ലെങ്കിൽ ഡാസ്റ്റൻ്റെ വാഹനങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ, അത് ഡാസ്റ്റൺ ഗോ ഒക്കെ ആയിട്ട് എക്സ്ചേഞ്ച് ചെയ്ത് മാഗ്നറ്റ് എടുക്കുകയാണെങ്കിൽ 55,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ് ലഭിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ അപ്ഡേറ്റ് ചെയ്യുന്ന പ്രൈസിൽ നിങ്ങൾക്ക് ഈ എല്ലാ ഓഫറും എലിജിബിൾ ആവുകയാണെങ്കിൽ ലഭിക്കുന്ന പ്രൈസാണ് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ ഈ വാഹനം മാഗ്നൈറ്റ് 5.5% ഇൻട്രസ്റ്റ് റേറ്റിൽ ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. മറ്റ് വാഹനങ്ങളെല്ലാം നമ്മൾ നോക്കുമ്പോൾ 9%, 8.89% ഒക്കെ വരുമ്പോൾ ഇതിൽ 5.5% ഇൻട്രസ്റ്റ് റേറ്റിൽ നിങ്ങൾക്ക് ഈ വാഹനം ഇപ്പോൾ ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ എല്ലാവരും ഒരു 90% ആളുകളും വാഹനം എടുക്കുമ്പോൾ EMI അല്ലെങ്കിൽ ലോൺ ഫെസിലിറ്റിയോട് കൂടിയാണ് എടുക്കുന്നത്. അവർക്ക് അത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഈ വാഹനം ഇപ്പോൾ ഈ കൂറോ എഡിഷൻ്റെ പ്രൈസിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. കൂറോ നമ്മളിപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന മാനുവൽ വേരിയൻറ്റ് ഓഫറുകൾക്കെല്ലാം ശേഷം നിങ്ങൾക്ക് 8,22,000 രൂപയ്ക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. നിങ്ങൾക്കൊരു എക്സ്ചേഞ്ച് ഇല്ല എങ്കിൽ 8,77,000 നിങ്ങൾക്ക് ഓൺ റോഡ് ഇറക്കാം. അപ്പോൾ എക്സ്ചേഞ്ച് ഉള്ള ആളുകൾക്ക് നല്ലൊരു ബെനിഫിറ്റ് തന്നെയാണ്. ഇതിൻ്റെ AMT വേരിയൻറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ 8,86,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഇനി ടർബോയിലേക്ക് പോയി കഴിഞ്ഞാൽ 9,65,000 രൂപ ടർബോ മാനുവലിനും ടർബോ ഓട്ടോമാറ്റിക്കിന് 10,73,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ്. എൻ കണക്റ്റ വേരിയൻറ്റിൻ്റെ പ്രൈസുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. എൻ കണക്റ്റ മാനുവൽ വേരിയൻറ്റിന് ഓഫറുകൾക്ക് ശേഷം നിങ്ങൾക്ക് 7,83,000 രൂപയ്ക്കാണ് ലഭിക്കുന്നത്. അതായത് ഈ വാഹനവും എൻ കണക്റ്റ വേരിയൻറ്റും തമ്മിൽ ഏകദേശം ഒരു 40,000 രൂപയുടെ ഡിഫറൻസാണ് മാനുവലിന് വരുന്നത്. ഓട്ടോമാറ്റിക്കിലേക്ക് പോയി കഴിഞ്ഞാൽ 8,46,000 രൂപയാണ് എൻ കണക്റ്റ വേരിയൻറ്റിൻ്റെ AMTക്ക് ഓൺ റോഡ് പ്രൈസ്. ടർബോ പെട്രോളിലേക്ക് പോയി കഴിഞ്ഞാൽ 9,27,000 രൂപയും ടർബോ ഓട്ടോമാറ്റിക് CVTയിലേക്ക് പോയി കഴിഞ്ഞാൽ 10,38,000 രൂപയും. അപ്പോൾ എൻ കണക്റ്റ വേരിയൻറ്റ് ഇതിന് തൊട്ട് താഴെ നിൽക്കുന്ന വേരിയൻ്റാണ്. ഇനി കൂറോ എഡിഷൻ വേണ്ട കുറച്ചുകൂടി ഫീച്ചർ ലോഡായിട്ടുള്ള ടെക്ന വേണമെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് പോകാം. ടെക്ന AMT വേരിയൻ്റ് ആണെങ്കിൽ 8,84,000 രൂപ. അതായത് ഇതിനേക്കാളും ഏകദേശം ഒരു 50,000 രൂപ തൊട്ട് 60,000 രൂപ വരെ കൂടുതലാണ് ടെക്ന വേരിയൻറ്റിന്. AMT ആണെങ്കിൽ 9,47,000. ടർബോ പെട്രോൾ മാനുവൽ ആണെങ്കിൽ 10,17,000 രൂപയും ടർബോ CVT ആണെങ്കിൽ 11,16,000 രൂപയാണ് ആ വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അപ്പോൾ കുറച്ചുകൂടി ഫീച്ചേഴ്സ് വേണമെങ്കിൽ ഒരു ഇൻറ്റീരിയറിന് കളർ ടോണൊക്കെ ഒരു മാറ്റം വേണമെങ്കിൽ നിങ്ങൾക്ക് ടെക്നയിലേക്ക് പോകാം. അതല്ലെങ്കിൽ കൺസിഡർ ചെയ്യേണ്ട ബെസ്റ്റ് വേരിയൻറ്റ് ഈ കൂറോ എഡിഷൻ തന്നെയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം ആ 5.5 ഇൻട്രസ്റ്റ് റേറ്റിൽ നിങ്ങൾക്ക് വാഹനം ഓൺ റോഡ് ഇറക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ EMI ഒക്കെ അടച്ചു വരുമ്പോൾ ഒരു 25,000 രൂപയുടെ അടുത്തൊക്കെ പ്രൈസിന് ഡിഫറൻസ് നിങ്ങൾക്ക് അത് ശരിക്കും റിയൽ ലൈഫിൽ ഫീൽ ചെയ്യും. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നിസാൻ റിലേറ്റഡുള്ള എന്ത് ഇൻഫർമേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാൻ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. ഇനി ഈ വാഹനം നിങ്ങൾക്ക് 90% ഓൺ റോഡ് ഫണ്ടിങ്ങിൽ അവൈലബിൾ ആണ്. ഒരു 60,000 രൂപ തൊട്ട് 1,00,000 രൂപ വരെ ബഡ്ജറ്റിലൊക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ ഓരോ വേരിയൻറ്റുകളും ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. ബാലൻസ് നിങ്ങൾക്ക് EMI ആയിട്ട് കൺവേർട്ട് ചെയ്താൽ മതിയാകും. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.